അയ്യോ താര് അയ്യോ പവി അളിയാ അടാ ഞാൻ അർജന്റായിട്ട് ബാംഗ്ലൂർ വരെ പോകാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ എടാ അത് രാവിലെ എണീറ്റപ്പോൾ ഒരു മെയിൽ വന്നടാ, അർജന്റായിട്ട് എൻ്റെ അടുത്ത് ബാംഗ്ലൂർ വരാൻ എന്തോ ഒരു പുതിയ കമ്പനിയായിട്ട് ഒരു മീറ്റിംഗ് എന്തോ ഉണ്ടെന്ന്. അയ്യോ ആ എന്തു പറ്റി? എനിക്ക് സാലറി കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെലവ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഇല്ലല്ലോ, പിന്നെ കുഴപ്പമില്ലടാ. അയ്യോ അയ്യോ പണി പാടിച്ചേ. ആ ഇനി എന്ത് ചെയ്യും? അത് എന്നോട് ഞാനും ആലോചിക്കുന്ന. നീ ഇപ്പൊ എന്ത് ചെയ്യും? അതെ ഞാൻ എന്ത് ചെയ്യാ അളിയാ? അളിയാ നല്ല ബാംഗ്ലൂർ അല്ല അളിയാ, ഇതുവഴി പോയാ ബാംഗ്ലൂർ എത്തണം. അവിടെ നിന്ന് ഒരു മാമൻ പറഞ്ഞു. ഏത് മാമനത്? ശശി മാമൻ. എന്താണ് ഉദ്ദേശം? എവിടെ പോണു? ഒരേ തമ്പാനല്ല, ഇതുവഴി പോയി അവന്തിയും കൊണ്ട് പുറത്തു പോകാന്ന് പറഞ്ഞ്. അവന്തി കൊണ്ട് പുറത്തു പോകാനാ? എന്തിനി? ലവേഴ്സ് തമ്മിൽ പുറത്തു പോകുമല്ലോ. നീ ഭയങ്കരമായിട്ട് തന്നെ ഇപ്പൊ തഴഞ്ഞു വിടുകയാണ് കേട്ടാ. അങ്ങനെയല്ല, ഒരു ശ്രദ്ധിക്കലും ഇല്ല. ഞാൻ വിളിച്ച ഫോൺ എടുക്കൂല, ഒരു കാര്യങ്ങളും ഇല്ല. നിനക്കിപ്പോ അവന്തി മാത്രം മതി. ഞാൻ ഒന്ന് പറയട്ടെ, പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയാണ്. ഏത് പ്രത്യേക സാഹചര്യം? അളെ അങ്ങനെയല്ല, അവൾക്ക് എന്തോ അർജന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ എങ്ങനെ അളിയാ? ഞാൻ ഒരു കാര്യം പറയാ, നീ എന്നെ എങ്ങനെ തേക്കുന്നത് അവളെ നിന്നെ തേക്കാൻ വേണ്ടിട്ടാണ്. നീ നോക്കട്ടെ എന്റെ ഭഗവാനീഷ്, എങ്ങനെയെങ്കിലും അവളെ നിന്നെ തേച്ച് വേറൊരുത്തന്റെ കൂടെ പോയിട്ട് ഞാൻ UK പോണേ. മഹാഭാവി നിനക്ക് എന്ത് ചെയ്താ പ്രശ്നം മാറും? നിനക്ക് എന്ത് ചെയ്താ പ്രശ്നം മാറും? മന്തി കഴിക്കാൻ പാ. മന്തിയാ കിണ്ടി എന്തിനാണോ വാങ്ങിച്ചു തരാം. മന്തി എന്തിനാ വാങ്ങിച്ചു തരാം? പോവാവോ? നിനക്ക് ശമ്പളം കിട്ടിയില്ല, പിന്നെ എന്തിനാ എന്റെ അടുത്ത് പോയി? ആകെ ശമ്പളം കിട്ടിയിരുന്നു, എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയില്ല. അപ്പൊ നീ എന്നെ വിളിച്ചു പറഞ്ഞു? ഞാൻ ചുമ്മാ പറഞ്ഞത്. നിനക്ക് മന്തി വേണം, അത്രയല്ലേ ഉള്ളൂ. കേറിപ്പോലെ മന്തിയൊക്കെ പിന്നെ ആദ്യം പവി സമയത്ത് മെഹഫിൽ മെന്ത് പോട്ടെ. നിന്റെ ചായയായിരുന്നോ? അറിഞ്ഞില്ലടി. നിനക്ക് പിന്നെ എന്നെ അറിയാവുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? എനിക്കോ? അതെ, ഈയിടെയായിട്ട് ഇങ്ങനെ ചാടുമ്പോ ഇവിടെ ആയിട്ടൊരു വേദന ഉണ്ട് മോളെ. ആണോ? പക്ഷെ നിന്റെ പ്രവൃത്തികളും ഫുൾ ആറ്റിറ്റ്യൂഡും കാണുമ്പോഴേ തലയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. തലയിലെ പ്രശ്നം കഴിഞ്ഞ മാസം കഴിഞ്ഞ്. എനിക്ക് സമയം ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നെ കേട്ടോ. ആണോ? എന്നാ ചായ കുടിച്ചിട്ട് പോവാൻ നോക്കുന്ന. പിന്നെ നീ കുടിച്ച ചായ എന്റെ പട്ടി കുടിക്കും. ഞാൻ കുടിക്കണ്ടാവോ? എങ്ങനെ സാധിക്കുന്നാവോ? ഇറിറ്റേറ്റിംഗ് ആണോ? എനിക്കറിയില്ല, ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അവന്തിക ചൊറിയുന്നതിൽ എക്സ്ട്രീം ആണ്. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് കേട്ടല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചൊറിച്ചിലുമാരുടെ ഒരു മത്സരം വെക്കാം. ആരാ ഫസ്റ്റ് നമുക്ക് നോക്കാം. ജേഡി ഇവിടെ ഇല്ലേ അവന്തി? അമ്മാവൻ പറമ്പിൽ ഇവിടെ ഉണ്ട്. ആണോ? ഇതേതാ ഈ കുട്ടി? എനിക്കങ്ങ് അറിഞ്ഞൂടോ കുട്ടി. പിന്നെ അറിഞ്ഞൂടെ? അങ്ങോട്ട് ഞാൻ പോട്ടെ. കുട്ടി ഏതാ? അല്ല കുട്ടി ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ ടെൻഡന്റാ. കുട്ടിയോ? ഞാൻ ഇവിടുത്തെ ജേട്ടനില്ലേ, ജേട്ടന്റെ ഭാര്യയാ രുക്മിണി. പക്ഷെ ഇന്നലെ ചേട്ടനെ വേറൊരു പെണ്ണിനെ കാണിച്ചതാ ഭാര്യ എന്ന് പറഞ്ഞല്ലോ. പേടിക്കണ്ട രുക്മിണി, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. എന്റെ പൊന്നു മോളെ, ഇങ്ങനെ ചങ്ങി കൊള്ളുന്ന തമാശ ഒന്നും പറയല്ലേ. ലൈഫിലൊരു പേടിക്കണ്ടല്ലോ, ഒരു ത്രില്ലുള്ളൂ. ഞാനിപ്പോ ഇത് കള്ള വന്നു വന്നപ്പോ രുക്മിണിക്ക് ഒരു സന്തോഷം കിട്ടിയില്ലേ? കിട്ടി. ആ സന്തോഷം കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. ബൈ ദ ബൈ, ഐ എം സ്റ്റെഫി ജാക്സൺ. ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ തമാശ. അപ്പൊ ശരി, കാണാം. ഒരു കാര്യം, ഭർത്താക്കന്മാരുടെ ഒരു ശ്രദ്ധയുള്ളത് വളരെ നല്ലതാ.
മനസ്സിലായോ? അതാണ്. ഇത് വലിയ ശല്യമായല്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് നിനക്ക് ചെലവിന് തരാൻ പറ്റൂല. പണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് ഭർത്താവിനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ. പറ്റില്ല എന്നാണ് പറ്റൂല. ഇവിടെ എനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ജീവിക്കണമെന്ന് എനിക്ക് അറിയാവൂ എങ്ങനെ ജീവിക്കണമെന്ന്. കേട്ടാ, നീ അത് ഈ കുറിച്ച് സംസാരിക്കാതെ വച്ചിട്ട് പോ. നീ വച്ചിട്ട് പോ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട് കേട്ടാ. വയ്യ അങ്ങോട്ട്. ഇഷ്ടം നീ ഇതപ്പോ വന്നു? നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ വന്നു. നീ എന്തോന്ന് ഇങ്ങനെ വന്നിരിക്കണത്? നിനക്കെന്താ ശ്വാസം മുട്ടലല്ലോ ഉണ്ടാ? ഓ, എനിക്ക് വല്ല അസുഖം വന്ന് ഞാൻ തട്ടിപ്പോയിട്ട് വേണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം സൗകര്യമായല്ലോ. എന്തോന്ന് സൗകര്യം? എന്തോന്നടേ നീ പറയണത്? ഇത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളേ. ആ കൊച്ചു പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഭർത്താവിനെ സൂക്ഷിച്ചോണോന്ന്. ഏത് കൊച്ചു പറഞ്ഞു? എപ്പോഴും പറഞ്ഞു? നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറ. സത്യം പറ, നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന എത്ര പേരുണ്ട്? 2 പേര്. ഓ, 2 ഭാര്യമാരുണ്ടായിട്ടാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് എന്നെ ചതിച്ച് വഞ്ചകൻ. നീ എന്തൊക്കെയാടി പറയണേ? 2 ഭാര്യമാരാ? നിങ്ങൾ അല്ലേ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ 2 പേർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടെന്ന്? ഓ, ഒന്ന് നീയും ഒന്ന് എന്റെ അമ്മയും. അതിനിപ്പോ എന്ത്? എന്നാ പറ, ഇപ്പൊ ഫോണിലാരാ നിങ്ങളെ വിളിച്ചത്? അതെന്റെ സഹോദരി. അളിയനെ വീട്ടിൽ അവിടെ വീട്ടിൽ വന്നിരിക്കണം. അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കണമെന്ന്. പണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എപ്പോഴും കൊടുക്കണമെന്ന്. നീ എന്നെ പറ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെലവ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ചെലവില്ലേ? ആ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അതിരിക്കട്ട്, നീ ഇപ്പൊ എന്തിനാ എന്നെ വഞ്ചകാന്ന് വിളിച്ചത്? ഞാൻ കരുതി ചേട്ടന് വേറെ ബന്ധം ഉണ്ടെന്ന്. അയ്യോ, ഉള്ള ഒരു ബന്ധം കൊണ്ടേ എനിക്കിവിടെ കിടക്ക പൊറുതിയില്ല. അപ്പോഴാണ് വേറെ ബന്ധം. ഏത് ബന്ധം? നീയായിട്ടുള്ള ബന്ധം. കിണങ്ങല്ല ചുണിങ്ങല്ല. കാര്യം പറ. എന്തിനാ ബന്ധം? കാര്യം പറ. നാളെ പെരുന്നാളായണ്ടേ നമ്മുടെ അപ്പുറത്തെ നസീർക്കാക്കില്ലേ, നമ്മളെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഉച്ചക്ക്. പിന്നെ ചേട്ടന് പ്രത്യേകം ചെല്ലണമെന്ന് പറഞ്ഞു. വരാം, വെറും കൈയോടാണെങ്കിൽ വരാം. ചേട്ടൻ ഒന്നും കൊടുക്കണ്ട, മൂത്ത പണക്കാരാ. അതെന്തോ ആയിക്കൊണ്ട് പോട്ട്. എന്നാ ഒരു കാര്യം, നാളെ അല്ലേ? രാവിലെ തന്നെ നോക്കാൻ കൂടാ. വേണ്ട ചേട്ടാ, ഉച്ചക്ക് കഴിക്കാൻ സമയമാകുമ്പോ അങ്ങ് പോയാൽ മതി. ആണോ? എന്നാ അങ്ങനെങ്കിൽ അങ്ങനെ. ശരി, എന്നാ നീ ഇപ്പൊ വിട്ടോ. വേറെ ഒന്നും അല്ല, നീ വേറെ ഒന്നും പറയണ്ട. വേറെ എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് വയ്ക്കും. ചെലവിന്റെ കാര്യമായിരിക്കും. മോള് പോ. അത് കുഴപ്പമില്ല. നീ പോ. ഇന്ന് ആലോചിക്കാണ് അടുത്ത ചെലവിനുള്ള കാര്യങ്ങൾ. ഈ വഴിക്ക് പോലെ നീ മിക്കാറോടനെ കരയും. സോറി ചാരു. സോറി ഒന്നും പറയണ്ട. ഇറ്റ്സ് ഓക്കെ. ഇനി റിപ്പീറ്റ് ചെയ്യരുത് കേട്ടല്ലോ. അയ്യടാ, ഞാൻ നിന്നോടല്ല സോറി പറഞ്ഞത്. പിന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല, അതാ സോറി പറഞ്ഞത്. ഇനി അഥവാ എന്റെ ചിരി നിനക്ക് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, 2 പഞ്ഞി എടുത്ത് ചെവിയിൽ ഇങ്ങനെ തിരികെ കയറ്റി വെക്ക്. പഞ്ഞി വാങ്ങാൻ കാശില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എറിഞ്ഞു തരില്ലേ? ആണോ? ഇമ്മാതിരി തർക്കുത്തരം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ വിവരം അറിയുമോളെ? ആഹാ, ആ വിവരം എങ്ങനെ അറിയിക്കാം? എനിക്ക് വാട്സപ്പ് ചെയ്തോ മെയിലേക്കോ? പെണ്ണിനെ കൊണ്ട് ശരിയാക്കും ഞാൻ. അത്രയ്ക്കാണോ നീ? എന്റെ ദൈവമേ, ഈ പെണ്ണിന് എന്താണ് നിനക്ക് പെണ്ണേ? എന്താണ് ഒരു കാര്യം പറത്തേക്ക്. എന്റെ കയ്യിലെങ്ങാൻ നിന്നെ കിട്ടിയാണല്ലോ. ഈ കളി കൊള്ള, നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? ഞാനുണ്ടല്ലോ എന്റെ ദൈവമേ. എല്ലാം നിന്റെ അമ്മൂമ്മ ഞാൻ പിടിക്കോളി. പോണോ? ആണോ? ശരിക്കും അമ്മ പിടിക്കോ? നീ പക്ഷെ എന്റെ അമ്മ ഓടിപ്പോയപ്പോ നിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോടി. തർക്കത്തിലല്ല പെണ്ണ, ഇതാണ് തങ്കം. അതുപോലും അറിയത്തില്ല. അവന്റെ അടുത്ത് നീ കൂടുതൽ തർക്കണ്ടേ? ചാരുമോളെ, ഇത് എന്തോന്ന് ചാരുമോളെ? നീ കൊള്ളാലാടി. 2 പേരവിടെ വഴക്ക് കൂടുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുന്ന.
നല്ല എന്റർടൈനിങ് ആണ് അങ്കിളെ ഇവിടെ അടി കാണാൻ വേണ്ടിട്ട്. അതല്ലേ ഞാൻ നല്ല എന്റർടൈനിങ്. ഞാൻ പോണേ. പാണാണ്. ഇതെന്തോന്ന് വഴക്ക്? എന്തോന്ന് മോളെ നീ ഈ പറയുന്ന കാര്യം അവളുടെ അടുത്ത് ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ, വെറുതെ ഈ സോഫയിൽ കിടന്ന് ചിരിച്ചതിനാണ് ഈ കിടന്ന് ബഹളം വെക്കണത്. അമ്മാവാ ഇത് ചിരിയല്ല, ഇത് കൊലച്ചിരിയാണ്. അമ്മാവനാണെങ്കിൽ ചിരിക്കണത്. ഇങ്ങനെയൊന്നും കാണിക്കാതെ എന്തോന്നത്? അമ്മാവ ഞാൻ ഒന്നും ചെയ്തില്ല, വെറുതെ ഇവിടെ കിടന്നിട്ട് ഇവളാണ് എന്റെ അടുത്ത് തല്ലുകൂടാൻ വന്നത്. തന്നെ മോളെ ഈ ചാരു അനാവശ്യം വരാനുണ്ടല്ലോ. അമ്മാവനാരോട് ഞാൻ തല്ലുകൂടൂലാന്ന് അറിയോ? അറിയോ? തന്നെ ഇപ്പൊ എന്താണ് സംഭവം? എന്താണ് ഇവിടെ എന്തിനാണ് വഴക്ക് കൂടണം നിങ്ങൾ? ഈ പെണ്ണ് മൊത്തത്തിൽ ഇറിറ്റേറ്റിംഗ് അമ്മാവ. ഇവിടെ ഇത്രയും പെമ്പിള്ളേരുണ്ട്, ആരെങ്കിലും ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തോ മോളെ നീ എനിക്കൊന്നും മനസ്സിലാവില്ല. കാര്യം തോന്നുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല അമ്മാവ, വെറുതെ ഇവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കി ചിരിച്ചോണ്ടിരുന്ന എന്റെ അടുത്ത് ഇവളാ തല്ലുകൂടാൻ വന്നത്. വെറുതെ വഴക്കൂടാൻ വരാടി പെണ്ണ്. അത് ഇടക്കിടക്ക് പറഞ്ഞ അമ്മാവനെ സോപ്പിടൊന്നും വേണ്ട. നീ ഒരു പ്രാവശ്യം പറഞ്ഞു മതി മതി അമ്മാവ. അതൊന്നും അല്ല സത്യമായി ഈ ചീവീട് കരണ പോലെയാണ് ഈ ചെവി കൂടി ഈ ചെവി വരെ ഇറിറ്റേഷൻ ആവണത്. അത് മാത്രല്ല നമ്മുടെ സോഫ മൊത്തം ചവിട്ടി ചവിട്ടി ഇതിപ്പോ നശിക്കും. ഓണർ ചോദിച്ചാൽ അമ്മാവൻ എങ്ങനെ പൈസ കൊടുക്കും? എങ്ങനെ പൈസ കൊടുക്കും അതുകൊള്ളാലേ. ഞാൻ ഒരു കാര്യം പറയാം, കളി വേറെ കാര്യം വേറെ. ഇവിടത്തെ എന്തെങ്കിലും സാധനം എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തം പൈസ മാറ്റി അപ്പൊ തന്നെ ഇറക്കി കൊടുക്കും കേട്ടാ. അമ്മാവനെ പേടിക്കൊന്നും വേണ്ട, അവിടെ എങ്ങനെ ഡാമേജ് ആക്കുവാണെങ്കിൽ ഞാൻ പുതിയ സാധനം അമ്മാവന് വാങ്ങിച്ചു തരും. എന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ അമ്മാവനൊരു കാര്യം ചെയ്യും, അമ്മാവന്റെ ചാരുമോളോട് പറയും ഇനി മേലെ എന്ത് വഴക്കൂടാൻ വരരുതെന്ന് പറയും അമ്മാവൻ. പൊന്നു മോളെ എന്തിനാവശ്യമില്ല അത് അതിൻ്റെ കൂടെ വഴക്കൂടാൻ പോണത്. അതിൻ്റെ കൂടെ വഴക്കൊന്നും കൂടാൻ പോവല്ലേ കേട്ടാ. ആണോ? പറഞ്ഞട്ടെ ഒരു കാര്യം പറഞ്ഞു തീർന്നില്ല മക്കളെ. എനിക്കൊന്നും കേൾക്കണ്ട. എവിടെ പോണേ? എനിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഞാൻ പോവും. അമ്മാവ പിള്ളേർക്കൊക്കെ നല്ല മതിപ്പാണല്ലോ അമ്മാവനോട്. അങ്ങനെയൊന്നുമില്ല, മനസ്സിലാക്കി. എന്തൊരു സമാധാനം. ദൈവമേ, മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ നീ. പേടിപ്പിക്കാനല്ലേ ചാടിയത്? അയ്യോ ശ്വാസം മുട്ടുന്നത്. അല്ല നീ എന്താ ഈ വഴി കൂടെ? ഈ വഴിയിൽ എന്താ കാര്യം? ഞാൻ ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി പോയത്. എന്ത് കേസ്? ഒരു പിങ്ക് വീട് കണ്ട അതിന്റെ ബാക്കിൽ ഒരു വീടുണ്ട്. അവിടെ ഒരു ചേച്ചിയുടെ 10,000 രൂപ ആരും തട്ടിക്കൊണ്ടുപോയി. അയ്യോ, ആരെ തട്ടിക്കൊണ്ടുപോയത്? വേറെ ആരുമില്ല, അവരുടെ ഹസ്ബൻഡ് തന്നെ. ചേടാ, നീ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഞാൻ നേരെ കയറി ചെന്നിട്ട് നമ്മുടെ സാധാ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, സെർച്ചിങ് ഒക്കെ. അങ്ങനെ ഞാൻ പോയി സെർച്ചിങ് തുടങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ നേരം നോക്കിയപ്പം മറ്റേ ഈ ബില്ല് കിട്ടി. ബില്ലെന്ന് പറഞ്ഞാൽ ഒരേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബില്ലാണ്. ഈ വാങ്ങിച്ച സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഈ ടൂർ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ ഓരോ യാത്രകൾക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബില്ല് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് എടുത്തുകൊണ്ട് പോയ ആള് ഇവരുടെ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് മുങ്ങിയതായിരിക്കും. മനസ്സിലായ? ഇത് ഞാൻ കറക്റ്റായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കി. അപ്പൊ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് ഏതാണ്? തമിഴ് ലാംഗ്വേജിലാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി തമിഴ്നാട്ടിലൂടെ ഇയാൾ കടന്നു പോകണം. നീ കൊള്ളാല്ല, നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്ന? എന്നെ കൊള്ള. ഞാനേ നിനക്ക് ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് ആയിട്ടേ, നീ ഇപ്പൊ വർക്ക് ചെയ്യണ പുള്ളിയുടെ പേരെന്തായിരുന്നു? റാഞ്ചി. ആ പരിപാടിയൊക്കെ അങ്ങ് വിട്ടിട്ട് നീ വല്ല CBI ടെസ്റ്റ് ഒക്കെ എഴുതും. അത് വേണ്ട, നീ CBI ടെസ്റ്റ് എഴുത്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നീ ആ ടെസ്റ്റ് എഴുതിയിട്ട് നീ എന്തായാലും പാസ്സാവൂല്ലോ. നിനക്ക് ഇത്രയും തലയൊക്കെ ഉറപ്പായിട്ടും. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നിന്റെ പ്രൊഫൈല് മാറും. നോക്ക്, നിന്റെ പ്രൊഫൈല് മാറും, നിനക്ക് കിട്ടണ സാലറി മാറും, നമ്മുടെ ലൈഫ് സെറ്റ് ആവും. നിന്റെ ലൈഫ് സെറ്റ് ആവും. അല്ല, നമ്മളെ ലൈഫ് സെറ്റ് ആവുന്നാണ് പറഞ്ഞത്. എടാ അത് മാറിപ്പോയതാടാ. എടാ അതിനകത്ത് പിടിക്കല മാറ്റുന്നതിന് നമ്മുടെ ലൈഫ് സെറ്റ് ആവും. അല്ല, നിന്റെ ലൈഫ് സെറ്റ് ആവും. നമ്മുടെ ലൈഫ് സെറ്റ് ആവും. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കാം. CBI അല്ലേ, എഴുതോ? സെറ്റ് ആക്കുന്നുണ്ട്. സെറ്റ്. നാളെ തന്നെ ബ്രാഞ്ച് എടുത്ത് പറഞ്ഞിട്ട് റിസൈൻ ലെറ്റർ മറ്റേ സാധനം വാങ്ങിച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് ആലോചിച്ച് ചെയ്താൽ മതി. ഇല്ല ആലോചിക്കാനൊന്നുമില്ല. അല്ല, ആദ്യം നീ ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ട് റിസൈൻ ചെയ്താൽ മതി. ശരിയാണ്, അതാണ് അതിന്റെ ഒരു ബുദ്ധി. അങ്ങനെ റോഡ് എന്തോടാ നിനക്ക് സ്ത്രീധനം കിട്ടിയതാ? പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വഴിയിൽ മാറിപ്പോടാ. പെൺകുട്ടികളെ ശല്യപ്പെടുത്താതെ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഇത് സാധാ പെൺകുട്ടിയല്ല, ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ്. എങ്ങനെ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ്. നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ? ആഹാ,
പിന്നെ ആര് തീരുമാനിക്കണം? നിങ്ങളും തീരുമാനിക്കണോ? അതെ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട സാറ് പോവാൻ നോക്ക്. ആ പോകാൻ നോക്ക്. ഞാൻ അങ്ങനെ പോകാൻ പറ്റൂല, എനിക്ക് അങ്ങനെ പോകാൻ പറ്റൂല ചാരു. കാരണം എന്റെ സ്റ്റേഷൻ പരിധിയിൽ എല്ലാ പെൺകുട്ടികളും സേഫ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫാ. ചാരു ഇപ്പൊ സേഫ് ആയിരിക്കും, പക്ഷെ ഇവന്റെ ഉള്ളിലെ ടി ജി രവി എപ്പോഴാണ് വിളിച്ചറിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ബാലങ്കൻ ആരാണ് പറയണത്? ഇവ ആക്രമിക്കും. ആരാക്രമിക്കും? നീ. നിങ്ങളോ പോവാൻ പറഞ്ഞാലും സാറേ പോ സാറേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സംസാരിച്ചൊന്നുമല്ല. ഇനിയിപ്പോ എന്താ? തോന്നിയാസം പറയാൻ പോകാൻ നോക്ക് സാറേ. തോന്നിയാസം ഞാൻ പറയും. നീ എവിടെ കാണിക്കണത് തോന്നിയാസം? ആരെന്ത് കാണിച്ചെന്ന്? എടാ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വേറെ എടുത്തോണ്ട് കറങ്ങി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ആര് സ്നേഹിക്കണ പെൺകുട്ടി? നിങ്ങൾ മാത്രം പറഞ്ഞാൽ അതെ സ്നേഹമുള്ള പെൺകുട്ടിന്ന്. അവക്കൂടെ തോന്നണ്ടേ സ്നേഹം? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ വീഴുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണം. ഞാൻ യൂണിഫോമിലാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കേസ് അന്വേഷണത്തിൽ വന്നതാണ്. മറുപടി പറഞ്ഞല്ലോ എന്റെ അടുത്ത്. ഏത് കേസ് അന്വേഷണത്തിന്? 10,000 രൂപയുടെ കേസ് അന്വേഷണം തന്നെ. അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തു ആർക്ക് എന്താണെന്നുള്ളതൊക്കെ. കേരള പോലീസിന്റെ കേസ് നീ തട്ടിയെടുക്കൂടാ? ആര് തട്ടിയെടുത്ത്? പിന്നെ ഞങ്ങൾക്ക് വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന് അന്വേഷിച്ച് കൊടുത്തു. മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ കൊടുത്തു. നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എന്തോന്ന് കംപ്ലൈന്റ് ചെയ്യും? കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യും. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും. പിന്നെ വെള്ളം കുടിപ്പിക്കും. ഏത് മോള്? മോളെന്ന് വിളിച്ചപ്പോ നിങ്ങൾ ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ മോളെ എന്നല്ലേ വിളിക്കാൻ, എന്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തില്ലല്ലോ. മതി. പത്രം വല്ലതും വായിക്കാറുണ്ടാ? എന്താണ് ഡാർലിംഗ് എന്ന് പറഞ്ഞ? ഡാർലിംഗ് എന്ന് വിളിച്ചപ്പം കേസാണ്, അറിയാമോ? ഞാൻ ഡാർലിംഗ് എപ്പോ വിളിച്ചേ? നീ മോളേന്ന് വിളിച്ചാ? മോളും ഡാർലിംഗ് ഒരേ അർത്ഥം തന്നെ. ഞാൻ കേസ് കൊടുത്തോളാം. ഞാൻ കേസ് കൊടുത്തോളാം. ഇത് തിരിച്ചെന്തെങ്കിലും പറയണ്ട. ഇത് അങ്ങനത്തെ നിയമം ഏത് നിയമം ഉണ്ടെന്നെ പറഞ്ഞത്. നീ എന്തിനാണ് വെറുതെ ആളായിട്ട് ഉടക്കാൻ നിൽക്കുന്നത്? പിന്നെ അല്ല നിന്റെ അടുത്ത് ഒരുമാതിരി വർത്താനം പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? കേസ് കൊടുക്കുന്നു പേടിച്ചു പോവോ? എടാ തേടൂല അങ്കിളടാ. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോകാലോ. നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ഇല്ല ഞാൻ പിടിക്കാം. വണ്ടി വിളിക്കായിരുന്നല്ലേ? കിട്ടില്ലടാ. പ്രയാസം. എന്ത് പറ്റിയത്? ഈ അങ്കിളെ റോട്ടിൽ തളർന്ന് വീഴാൻ പോയ അമ്മാവാ, ഞങ്ങള് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്കിളിനെ. ആണോ? അതെ, കുറച്ച് വെള്ളം എടുത്തോണ്ട് കുടിക്കാൻ. ഇപ്പൊ കൊണ്ടുപോട്ടെ അങ്കിളെ. വെള്ളം വേണ്ട, എനിക്ക് നോമ്പാ. അതിന്റെ ക്ഷീണമാ. കുറച്ചേരം ഇരുന്നാല് മാറിക്കുള്ളൂ. അങ്കിള് എവിടെന്നാ വരുന്നത്? ഏതാ സ്ഥലം? ഞാൻ കുറച്ച് ദൂരെന്നാ. ഇവിടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. നോമ്പ് തുറക്കാനുള്ള സമയമായില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ നോമ്പ് തുറ ഇവിടെ നിന്നാക്കാം. നിങ്ങൾക്കത് പ്രയാസത്തില്ലേ? അയ്യേ, നമുക്കെന്തോന്ന് പ്രയാസം? അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. എന്തായാലും മാമ ഇവിടെ നോമ്പ് തുറന്നിട്ട് പോയാൽ മതി. പിന്നെ അല്ല, അമ്മാൻ പോയിട്ട് നോമ്പ് തുറക്കുള്ള സാധനം പവി അമ്മാനൊപ്പം പോയിട്ട് കൂട്ടനാണോ? അങ്കിള് റെസ്റ്റ് എടുക്കട്ടോ. ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ധാരാളമാ. ബാങ്ക് വിളിക്കുന്നു നോമ്പ് തുറക്കാൻ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നേ? കഴിക്കൂ, എല്ലാരും എടുത്ത് കഴിക്കൂ. അങ്കിള് കഴിക്കെങ്കിലേ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. നോമ്പ് തുറന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മ. വരൂ, എല്ലാരും എടുത്ത് കഴിക്കൂ. എടുത്ത് കഴിക്കും.
നോമ്പ് നോക്കുന്ന ആളിന് കിട്ടുന്ന അതേ പ്രതിഫലമാണ് നോമ്പ് തുറക്കാൻ സഹായിക്കുന്നവർക്കും കിട്ടുന്നത്. ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ നോമ്പ് നിങ്ങളോടൊപ്പം തുറക്കാനാണ് പടച്ചോന്റെ വിധി. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക്. ഈദ് മുബാരക്.